അമ്മ അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ പവർ ഗ്രൂപ്പിൽ പെട്ട ഒരാളല്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഹായ്, ഫേസ്ലെസ് ആണ്. ഞാനിപ്പോൾ സംസാരിക്കാൻ വരുന്നത് ലാലേട്ടനെ കുറിച്ചാണ്, മോഹൻലാലിനെ കുറിച്ച്. ഞാൻ ശരിക്കും അദ്ദേഹത്തിന്റെ ഒരു ഫാനാണ്, അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ. ഇനി കാര്യത്തിലേക്ക് കടക്കാം. സത്യം എവിടെയാണെങ്കിലും നമുക്ക് പറയണമല്ലോ. ലാലേട്ടൻ 10-11 ദിവസം കഴിഞ്ഞിട്ട് മീഡിയയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങൾ കേട്ട് മീഡിയ മിണ്ടാതിരിക്കണം, അല്ലെങ്കിൽ കേൾക്കുന്ന ഓഡിയൻസിന് അത്രയൊക്കെ മതി എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവാം. കാരണം പിന്നീട് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹത്തിന്റെ കയ്യിൽ ഉത്തരങ്ങൾ ഇല്ലായിരുന്നു. അത് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു, എനിക്കതിനൊന്നും ഉത്തരമില്ല. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവാം, അത് സ്വാഭാവികം, പക്ഷെ എന്റെ കയ്യിൽ ഉത്തരമില്ല. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടാണ് വന്നത്, പക്ഷെ എനിക്ക് ഉത്തരങ്ങളില്ല. അദ്ദേഹം ഒരു വിക്ടിം കാർഡ് എടുത്ത് കാണിച്ചു. അദ്ദേഹത്തിനെ എല്ലാവരും കൂടെ ഇട്ട് ക്രൂശിക്കുകയാണെന്ന്. പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ക്രൂശിക്കപ്പെടുന്നു എന്നുള്ളതൊക്കെ സത്യം തന്നെ. ക്രൂശിക്കാനുണ്ടായ കാരണങ്ങൾ എന്താണെന്ന് അദ്ദേഹം ആലോചിച്ചിട്ടുണ്ടാവുമോ? ലാലേട്ട, നിങ്ങളെ ക്രൂശിക്കാൻ കാരണം ഒന്ന് മാത്രമാണ്, നിങ്ങൾ അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളത്. അതൊരു കാരണമാണോ ഒരാളെ ക്രൂശിക്കാൻ? അതൊരു കാരണമാണ്. കാരണം അതൊരു ചെറിയ പ്രസ്ഥാനമല്ല. മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഇൻഡസ്ട്രിയുടെ മുഴുവൻ ആക്ടേഴ്സിന്റെ സംഘടനയായിരുന്നു AMMA. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിന്റെ പ്രസിഡന്റായിട്ടിരിക്കുന്ന ആൾക്ക് അതിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക്, അത് നല്ലതായാലും ചീത്തയായാലും, അതിന് ഉത്തരവാദിത്വത്തോടുകൂടി ഉത്തരം പറയേണ്ടത് ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ആള് തന്നെയാണ്. ചോദ്യം ചോദിക്കുമ്പോ എനിക്കറിയില്ല, നിങ്ങൾ എന്താണ് അവിടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് എപ്പോഴും എന്റെ മേലെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അല്ലെങ്കിൽ എന്നെപ്പോലെ ഇതിന്റെ സംഘാടക സമിതിയിൽ ഇരിക്കുന്നവരുടെ മേലെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, ഞങ്ങളോടാണ് ചോദിക്കുന്നത് എന്ന് പറയുന്നതിൽ എന്താണ് കഴമ്പിരിക്കുന്നത്? ഞാൻ ഇത്തരം പ്രസ് കോൺഫറൻസുകൾ നേരിടുന്ന ഒരാളല്ല. എനിക്ക് വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയുന്നൂടാ. അതുകൊണ്ട് എന്നോട് വല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല. വർഷങ്ങൾക്ക് മുമ്പ് അയച്ച മെയില്, കംപ്ലൈന്റ് ആയിട്ട് അയച്ച മെയിലുകൾക്ക് പോലും റിപ്ലൈ കിട്ടിയിട്ടില്ല എന്ന് മലയാളത്തിലെ മെയിൻ നടിമാര്, പ്രമുഖ നടികൾ വന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതിന് നിങ്ങൾ ഉത്തരം പറയണോ വേണ്ടയോ എന്ന്. നിങ്ങൾക്ക് എന്നെ അറിയില്ലേ? ഞങ്ങളെ അറിയില്ലേ? ഞങ്ങളെ കാണുമ്പോൾ ചിരിക്കുകയും ഞങ്ങളെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ? ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾക്ക് അന്യന്മാരായി പോകുന്നത്? ലാലേട്ടൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ അറിയില്ലേ എന്ന്. ലാലേട്ട, നിങ്ങളെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നതും നിങ്ങളെ അറിഞ്ഞു തന്നെയാണ്. പക്ഷെ ഞങ്ങൾ അറിഞ്ഞ ലാലേട്ടൻ ആ സ്ക്രീനിൽ കാണുന്ന ലാലേട്ടനാണ്. എല്ലാത്തിനോടും തന്റെ ഇടത്തോടെയും മാസായിട്ട് മറുപടി പറയുന്ന അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ഒരു ലാലേട്ടനെ. അപ്പോൾ ആ ലാലേട്ടനെ സ്നേഹിച്ചിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഇത് കാണുമ്പോൾ ശരിയായിട്ടുള്ള കാര്യമല്ല. എന്റെ പേര് കൂടെ പറഞ്ഞു, എല്ലാവരും കൂടെ പറഞ്ഞാൽ എനിക്ക് കേൾക്കാൻ പറ്റില്ല. ഞാൻ എന്താ പറയണ്ട അദ്ദേഹത്തിനോട്? ഞാൻ ആരുടെ മറുപടി പറയുന്നത്? ഇത് എന്താ നടന്നിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഒരു മിനിറ്റ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഓക്കെ, അത് ഞങ്ങളുടെ ഫാന്റസിയുടെ പ്രശ്നമാണെന്ന് പറയാം. പക്ഷേ ലാലേട്ടനപ്പോ ഈ ചോദ്യം ചോദിക്കാൻ പാടില്ല, നിങ്ങൾക്കറിയില്ലേ എന്നെ എന്ന്. ഞങ്ങൾക്കറിയാവുന്ന ലാലേട്ടൻ അത് മാത്രമാണ്. അല്ലാതെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫോ നിങ്ങളുടെ AMMA പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ലാലേട്ടനെ ഒന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇനിയും ഈ അമ്മയിലെ ഭാരഭാഗിത്വം വഹിച്ചിരുന്ന ലാലേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ തിലകന്റെ കാര്യമൊക്കെ, അല്ലെങ്കിൽ തിലകൻ ചേട്ടന്റെ കാര്യമൊക്കെ ഞങ്ങൾ എടുത്തിടേണ്ടി വരും. അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞതാണ്, അദ്ദേഹത്തെ AMMയിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് ഒരു കാരണവുമില്ലാതെ പറഞ്ഞപ്പോ അവിടെ മിണ്ടാതിരുന്ന് ശബ്ദമില്ലാതെ അഭിനയിച്ച ആളാണ് ലാലേട്ടൻ എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊരു ലാലേട്ടനെയാണോ ഞങ്ങൾക്കറിയാം മേലെ എന്ന് ലാലേട്ടൻ ചോദിച്ചത്? ഞാൻ മോഹൻലാലിനോട് ചോദിച്ചു, എന്ത് പറയുന്നു സെക്രട്ടറി, പുറത്ത് പോകണോ? എഴുന്നേറ്റ് ഞാൻ പുള്ളി, ഞാൻ ആദ്യം സത്യമെന്ന് വിചാരിച്ചു. അത് ശരി എന്നും പറയാനിരുന്നു. സംസാര മധ്യേ മോഹൻലാലിന് ശബ്ദം വന്നു. അപ്പം ഞാൻ എന്താണ് ശബ്ദം വന്നു? ഈ സംസാരിച്ച് എനിക്ക് വലുതായിട്ട് ശബ്ദം വരുന്നതാണ്. വാ. പിന്നെ അതുപോലെ തന്നെയാണ് ദിലീപിന്റെ ഭാവനയുടെയും ഒക്കെ കേസ് വന്നപ്പോൾ ഇദ്ദേഹം അവിടെ ഇരുന്ന് പടം വരച്ചുകൊണ്ടിരുന്നത്.
അപ്പം അമ്മയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പുള്ളിനെ അറിയാമെന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ്. നമുക്ക് അങ്ങനെയൊക്കെ അറിയുള്ളൂ. നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ അവിടെ ഉണ്ടായിട്ട് ഇതൊക്കെ സംഭവിച്ചോ എന്ന് ഞങ്ങൾ വേറെ ആരോടാണ് ചെന്ന് ചോദിക്കേണ്ടത്? നിങ്ങളോട് തന്നെയല്ലേ. അപ്പൊ അതിനെതിരെ മുഖമടച്ച് നിങ്ങൾ ഒരു ദിവസം പെട്ടെന്ന് വന്ന് രാജിക്കത്തും കൊടുത്തു പോയി കഴിഞ്ഞാൽ നിങ്ങളും ഇതിനകത്ത് പങ്കാളി ആണ് എന്നല്ലേ നമ്മൾ ചിന്തിക്കുള്ളൂ. കാരണം നിങ്ങൾക്കെതിരെ ഇതുവരെ ഒരാളും അലിഗേഷൻസ് കൊണ്ടുവന്നിട്ടില്ല. എന്നിട്ടും നിങ്ങൾ രാജിവെച്ച് പോയിരിക്കുകയാണ്. ഉത്തരം മുട്ടിയപ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കുന്നതിന് തുല്യമല്ലേ അത്? പിന്നെ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരമില്ല എന്ന് പറയുമ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ഇന്ന് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല, കാലാകാലങ്ങളായിട്ട് കിട്ടിക്കിടന്ന ചോദ്യങ്ങളാണ് നിങ്ങളോട് ഇപ്പോൾ ചോദിക്കുന്നത്. നിങ്ങൾ അമ്മ ഭാരവാഹിയായിരുന്നു, അതുപോലെ തന്നെ പ്രസിഡന്റ് ആയിരുന്നു. ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് ഇതിന് ഉത്തരം കൊടുക്കാമായിരുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 6 അവസാനമായിട്ട് പറയാണ്, തരികയുടെ അഭ്യാസം എന്റെ അടുത്ത് കാണിക്കരുത്. ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്ന ആളാ, അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിൽക്കുന്നത്. നന്നായിട്ട് കളിക്കാൻ എനിക്കറിയാം കേട്ടോ. ഞാൻ ഒരു ദാക്ഷിണ്യം കാണിക്കാതെ ഞാൻ നിങ്ങൾക്ക് നല്ല പണി പിന്നെ എന്നുള്ള കാര്യമല്ല. ഞങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, നീ മാത്രമല്ല. ഒരു മിനിറ്റ്, റോബിന്റെ ഭയങ്കരമായ നീണ്ട പ്രസംഗം എനിക്ക് ആവശ്യമില്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ ഇത് മുഴുവൻ മ്യൂട്ട് ചെയ്ത് കാണിക്കാനുള്ളതല്ല. ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് എന്നുള്ള പരിപാടിക്ക് എല്ലാ ആഴ്ചയും അത് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാറുണ്ടായിരുന്നല്ലോ. അത് പിന്നെ നിങ്ങൾ കാശ് മേടിച്ചിട്ടാണ് പറയുന്നതെന്ന് പറയാം. പക്ഷേ ഇതേപോലെ തന്നെയല്ലേ വയനാട്ടില് ദുരന്തമുഖത്ത് നിങ്ങളുടെ സോൾജിയേഴ്സിന് മോട്ടിവേറ്റ് ചെയ്യാൻ പോയത്? അന്നേരം നിങ്ങൾ എന്താണ് പറഞ്ഞത്? അങ്ങനെ ഒരു സന്ദർഭത്തിൽ പറയാൻ നിങ്ങൾക്ക് വാക്കുകൾ കിട്ടിയോ? ഇത്രയും അതിക്രമങ്ങൾ നടന്നിട്ടും നിങ്ങൾക്ക് ഒരക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല. ഇത്രയും വർഷങ്ങളായിട്ടുള്ള അതിക്രമങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് അതിന് ഉത്തരം പറയാൻ പറ്റുന്നില്ല. ആദ്യകാലം മുതൽ സംഘടനയിലുള്ള ആളെന്നുള്ള നിലയിലും സംഘടനയുടെ ഭാരവാഹിത്വം വഹിക്കുന്ന ആളെന്നുള്ള നിലയിലും നിങ്ങൾക്ക് എന്തു പറ്റി ലാലേട്ടാ? നിങ്ങൾക്ക് ഉത്തരം വന്നില്ലേ? ഇവിടെയൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാവല്ലോ. അപ്പം നിങ്ങൾ എന്തിനെയാണോ ഒളിപ്പിച്ചു വെക്കുന്നത്? നിങ്ങളുടെ തന്നെ കുറ്റങ്ങളെയാണോ അതോ നിങ്ങളുടെ കൂട്ടുകാരുടെ കുറ്റങ്ങളെയാണോ? അതോ ഈ പവർ ഗ്രൂപ്പിലെ നിങ്ങളുടെ പേര് ചിലപ്പോൾ കാണില്ല, കാരണം നിങ്ങളുടെ ഡ്രൈവറാണല്ലോ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അംഗത്വം പോകുമെന്നുള്ള പേടിയിലാണോ? അമ്മ അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ലാലേട്ട, നിങ്ങൾ പറഞ്ഞു ചാരിറ്റി കുറെ ചെയ്യുന്നുണ്ട് AMM എന്ന്. ചാരിറ്റിക്ക് വേണ്ടിയായിരുന്നോ AMM തുടങ്ങിയത്? ചാരിറ്റിക്ക് വേണ്ടി മാത്രമാണോ? അല്ല. അപ്പൊ അങ്ങനത്തെ വർത്തമാനങ്ങളൊന്നും നമ്മൾ ഇവിടെ പറഞ്ഞിട്ട് വലിയ കാര്യമില്ല ലാലേട്ട. അതൊക്കെ ഒഴിഞ്ഞു മാറാനുള്ള തന്ത്രങ്ങൾ മാത്രമാണ്. അതുകൂടാതെ മീഡിയ ഒരിക്കലും പൊതുജനങ്ങളല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. മീഡിയ എങ്ങനെ പൊതുജനമാകാതിരിക്കും? എത്ര വളച്ചൊടിച്ചാലും ഒരു 80% എങ്കിലും പൊതുജനം പറയാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ്, അല്ലെങ്കിൽ പൊതുജനം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ് മീഡിയ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ എനിക്ക് ഉത്തരങ്ങളില്ല. ഒരു സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞാലും ആ സ്ഥാനത്ത് അതുവരെ ഇരുന്ന സമയത്ത് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിനിങ്ങനെയല്ല ഉത്തരം തരേണ്ടത്. മോഹൻലാൽ എവിടെയായിരുന്നു? ഒളിച്ചോടി പോയി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരിടത്തേക്ക് ഒളിച്ചോടി പോയിട്ടില്ല. ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിലില്ലായിരുന്നു. ഞാൻ ഗുജറാത്തിലായിരുന്നു, പിന്നെ ബോംബെയിലായിരുന്നു, മദ്രാസിലായിരുന്നു. എവിടെയായിരുന്നാലും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും മറുപടി പറയാമായിരുന്നു. മോഹൻലാൽ പ്രതിരോധിച്ച് ദുർബലനായതാണ് നമ്മൾ കണ്ടത്. ലാലേട്ടൻ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയാ ലാലേട്ടന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടത്തിന് മറയാകുമോ? ഈ പേഴ്സണൽ കാര്യങ്ങൾ കേൾക്കാനാണോ അവിടെ മീഡിയ വന്നിരുന്നത്, പൊതുജനം വന്നിരുന്നത്? ഈവൻ ഈ ഒരു ഉദ്ഘാടനം ഇല്ലെങ്കിൽ ലാലേട്ടൻ ഇപ്പോഴും പ്രത്യക്ഷപ്പെടുകയില്ലല്ലോ. ഈ ഉദ്ഘാടനത്തിന് പതിവില്ലാത്ത ഫ്ലെക്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ആർഭാടപൂർവ്വമാണ് ഈ ഉദ്ഘാടനം ആഘോഷിക്കപ്പെട്ടത്. കാരണം പൊതുജനത്തിന്റെ അഭിപ്രായം എന്തെന്നറിയാനും കൂടിയായിരിക്കാം ഇങ്ങനെ ഒരു വലിയ ആർഭാടത്തില് ഈ ഉദ്ഘാടനം പോലും നടത്തിയത്. പൊതുജനം ഇപ്പൊ 2 തട്ടിലാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല ലാലേട്ടാ, നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് നിങ്ങളെ വെറുക്കാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിപ്പോ 2 തട്ടിൽ നിൽക്കുന്നത്. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഹേമ കമ്മീഷന് 2 പ്രാവശ്യം ഇവരോട് സംസാരിച്ചിരുന്നു എന്ന്. ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളതല്ലേ, ഇതെല്ലാം സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ. പിന്നെ ഇപ്പോ പുറത്തു വരുന്ന കുറച്ച് അലിഗേഷൻസ്, കുറച്ച് എക്സ്ട്രാ ആർട്ടിസ്റ്റുകളാണ്, ഒരു വിലയില്ലാത്തവരാണ് മലയാള സിനിമയില്, അല്ലെങ്കിൽ എവിടെ നിന്ന് ഫെയിമിന് കയറി വന്നവരാണ്, ആയിക്കോട്ടെ, അങ്ങനെയുള്ളവർ തന്നെ ആയിക്കോട്ടെ ഇപ്പം വന്നിരിക്കുന്നവര്. പക്ഷേ വ്യക്തമായിട്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടില് ബാക്കിയുള്ളവരുടെ പേരുകൾ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? പവർ ഗ്രൂപ്പിലെ ആൾക്കാരുടെ പേരുകൾ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ അത് കണ്ടിട്ടില്ല എങ്കിൽ ബാക്കിയുള്ളത് നിങ്ങൾ വായിച്ചതല്ലേ? അതിൽ സ്ത്രീകളുടെ വിഷമങ്ങളെ കുറിച്ചും സ്ത്രീകൾ അനുഭവിക്കുന്ന ലൈംഗിക ചൂഷണത്തെക്കുറിച്ചും പവർ ഗ്രൂപ്പ് എന്നുള്ള കാര്യത്തെക്കുറിച്ചും ഒക്കെ അതിൽ പ്രതിപാദിക്കുന്നില്ലേ? അപ്പൊ നിങ്ങൾ 11 ദിവസം മാറി ഇരുന്നിട്ട് വന്നിട്ടും അതൊന്നും വായിച്ചില്ലേ? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മലയാള സിനിമയ്ക്ക് പെട്ടെന്ന് ഇതൊരു ഇൻഡസ്ട്രി തകർന്നു പോകുന്ന
ഒരു കാര്യമാണ്. ഇത്രയും 10,000 ജോലി ചെയ്യുന്ന ആൾക്കാർ ജോലി ചെയ്യുന്നതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു മലയാള സിനിമയെ തകർക്കരുതെന്ന്. മലയാള സിനിമയെ തകർക്കുന്നത് നമ്മളാണോ? അതെങ്ങനെയാണ് ഞങ്ങളുടെ തലയിലോട്ട് വരുന്നത്, അല്ലെങ്കിൽ മീഡിയയുടെ തലയിലോട്ട് വരുന്നത്? ഇവിടെ നടക്കുന്ന അതിക്രമങ്ങൾ വിളിച്ചു പറഞ്ഞത് നിങ്ങളുടെ സിനിമയിലെ ആൾക്കാർ തന്നെയാണ്. ഇനിയും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാകാൻ കാരണം തന്നെ മലയാള സിനിമയിൽ നടന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. അപ്പൊ ഇത് പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞ് ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ വരുമ്പോൾ അയ്യോ മലയാള സിനിമയെ നശിപ്പിക്കരുതെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇവിടെ നടക്കുന്ന അതിക്രമങ്ങൾ വിളിച്ചു പറഞ്ഞത് നിങ്ങളുടെ സിനിമയിലെ ആൾക്കാർ തന്നെയാണ്. നമ്മളാരും പറഞ്ഞിട്ടല്ല ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നത്, അല്ലെങ്കിൽ ഇങ്ങനൊരു റിപ്പോർട്ട് വരണമെന്ന് നിർബന്ധം പിടിച്ചത് നമ്മളാരുമല്ല. അതിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് അത് ആവശ്യപ്പെട്ടത്. അതിനുള്ള കാരണം അതിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെ ഉണ്ടാക്കിയതാണ്. ഇത് 5 വർഷം പൂഴ്ത്തി വെച്ചിട്ടും അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്തതും ഈ മലയാള സിനിമയിലെ ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞ് ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ വരുമ്പോൾ അയ്യോ മലയാള സിനിമയെ നശിപ്പിക്കരുതെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇത് നല്ല വിഷമത്തോടു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾക്ക് ഉറപ്പാണ്, എല്ലാവർക്കും ഉറപ്പുള്ള കാര്യമാണ്, നിങ്ങളുടെ കൂടെ സഹപ്രവർത്തകരായിരുന്നിട്ടുള്ള ആൾക്കാർ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതെന്ന്. പക്ഷെ ലാലേട്ടാ, നിങ്ങളുടെ കൈ ഇപ്പോഴും ശുദ്ധമാണോ? നിങ്ങൾക്ക് അലിഗേഷൻ വരാഞ്ഞിട്ടും നിങ്ങൾ ഈ രാജിവെച്ച് പോയതിന് പിന്നിൽ നിങ്ങളുടെ കയ്യിൽ അശുദ്ധി ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ ചോദിക്കാനുള്ളത്. കാരണം വേറൊന്നുമല്ല, ഇതിനോടനുബന്ധിച്ച് ഇപ്പൊ കുറേ ഗോസിപ്പുകൾ പുറത്തു വരുന്നുണ്ട്. അത് ഗോസിപ്പുകളാണെന്ന് ഞാൻ പറയുന്നത് ലാലേട്ടനെ കരിവാരി തേച്ച് കാണിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. മോഹൻലാൽ പ്രസംഗിക്കേണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. മോഹൻലാൽ ഒരു വ്ലോഗ് എഴുതിയാൽ കുറച്ചുകൂടി മോഹൻലാലിന് സേഫ്റ്റി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. റിപ്പോർട്ടർ ചാനലിലെ അരുൺ പറഞ്ഞു ഒരു കഥ. ബെഡ്റൂമില് റൂം ബോയിനെ ബെഡ്റൂമിൽ കിടക്കുന്ന നടിയുടെ നഗ്ന രൂപം കാണിച്ചു കൊടുത്തു എന്നുള്ള ഒരു കഥ. അതിലും നിങ്ങളുടെ പേരാണ് പറയപ്പെടുന്നത്. അതൊരിക്കലും അങ്ങനെ ആവരുതേ എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അതുപോലെ തന്നെ കുറേ കഥകൾ. എങ്കിൽ ഞാൻ കേട്ട ഏറ്റവും നല്ല ഒരു ഗോസിപ്പിനെ കുറിച്ച് പറയട്ടെ. അത് മോഹൻലാലിനോടൊപ്പം കഴിഞ്ഞ സ്ത്രീകളുടെ എണ്ണം 3000 പിന്നിട്ടു എന്നായിരുന്നു. അത് ഇത് കേട്ടിട്ടുണ്ടോ താങ്കൾ? അത് എനിക്ക് പക്ഷേ അത് ശരിയല്ല, അതിൽ കൂടുതൽ ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊന്നും ഇങ്ങനെ ആവല്ലേ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങളുടെ പേര് പുറത്തു വരുന്നില്ല എന്നുള്ളത് അപ്പോഴും നമ്മൾ ചോദിച്ച കാര്യമാണ് ഈ ഗോസിപ്പ് പറയുന്നവരോടെല്ലാം. ഈവൻ നിങ്ങളുടെ വീഡിയോകളുടെ അടിയിൽ വരുന്ന കമന്റുകളിൽ വരെ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പുറത്തു വരില്ല, കാരണം പെൺകുട്ടികളെ കൺസെന്റോടുകൂടിയാണ് നിങ്ങൾ കൈവയ്ക്കാറുള്ളത്, അതുപോലെ തന്നെ നിങ്ങൾ പണം കൊടുക്കാറുണ്ട്, നിങ്ങൾ അവർക്ക് സിനിമയിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ പേര് പുറത്തു വരില്ല എന്ന്. പക്ഷെ അപ്പോഴും ലാലേട്ട, ഞങ്ങളെപ്പോലുള്ള ഫാൻസ് മണ്ടന്മാർ തന്നെയാണ്, ഞങ്ങളിത് വിശ്വസിക്കുകയില്ല. കാരണം ഇതൊക്കെ ഗോസിപ്പ് മാത്രമാണ്, ഇതിനൊന്നും തെളിവുകളില്ല. അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ പണ്ട് ഏഷ്യാനെറ്റിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാം നടക്കുമ്പോൾ അവിടെ ഇരുന്ന് നിങ്ങൾ കാണിച്ച ഒരു ലൈംഗിക വൈകൃതം അതിപ്പോഴും വീഡിയോസൊക്കെ ഇഷ്ടംപോലെ ഓടുന്നുണ്ട്. അത് തന്നെ നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ലാലേട്ടൻ സംസാരിക്കാതിരിക്കാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുടെ ചെയ്തികൾ കൊണ്ടായിരിക്കാം. അതുമല്ലെങ്കിൽ പുള്ളി തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവാം. 11 ദിവസമായിട്ടും പേര് വരുന്നില്ല എങ്കിൽ അന്ന് ഇനിയൊന്ന് വന്ന് നോക്കിപ്പോകാം എന്ന് പുള്ളി കരുതിയിട്ടുണ്ടാവാം. കേസ് എന്ന് പറയുന്നത് 500 പേരുണ്ടെങ്കിൽ എല്ലാവരും വളരെ എന്താ പറയാ, വളരെ സെന്റിമെന്റലാണ്, പെട്ടെന്ന് എക്സൈറ്റഡ് ആകുന്ന ആൾക്കാരാണ്. അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് അതിൽ തളർന്നു പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെ തളർത്താതെ ദയവ് ചെയ്ത് ഇത് എങ്ങോട്ടേക്കാണെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം പുള്ളിയുടെ സഹപ്രവർത്തകർ ഏത് ചെളിയിലും കാലുകുത്തുമെങ്കിലും പുള്ളി വ്യക്തമായിട്ട് പ്ലാനോടുകൂടിയായിരിക്കാം കാലുകുത്തിയിട്ടുണ്ടാവുക. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ലാലേട്ടനെ അല്ലാതെ കാണാൻ നമുക്കൊന്നും ആവില്ലല്ലോ. അങ്ങനെ പൊതുസമൂഹത്തിനൊന്നും ബോധ്യമായിട്ടില്ല. നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമായെന്ന് അങ്ങനെ പറയും. നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമാകരുത്. അതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ പറയുന്നു, ഒന്ന് ശ്രമിക്കുക. ഞാൻ എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല. ഈ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറയുന്ന പോലെ നമുക്ക് തോന്നിയുള്ളൂ നിങ്ങളുടെ രാജിവെപ്പിന്. അല്ലെങ്കിൽ തക്കതായ നടപടികൾ ഇതിനു മുമ്പ് ഉണ്ടാകണമായിരുന്നു. നിങ്ങളെ എല്ലാവരും കൂടെ പിടിച്ച് അവിടെ അലങ്കരിക്കാൻ വേണ്ടി വെച്ചിരുന്നാണോ? കറക്റ്റായ റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു സ്ഥാനത്തല്ലേ നിങ്ങൾ ഇരുന്നത്? നിങ്ങൾക്ക് എന്താ അത് കുട്ടിക്കളിയായിരുന്നോ? സ്റ്റേജ് കെട്ടി AMMA കാണിക്കുന്ന കുറെ സർക്കസുകൾക്ക് മാത്രമേ നിങ്ങൾ വരുവുള്ളെന്നുണ്ടോ? ഈ പ്രസിഡന്റ് സ്ഥാനവും വഹിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചെങ്കിലും കമ്മിറ്റ്മെന്റ് ഓഡിയൻസിനോട്, അതായത് ഞങ്ങളോട്, അതുപോലെ തന്നെ നിങ്ങളുടെ സഹപ്രവർത്തകരോട് ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളിപ്പോ ഇത് രാജിവെച്ച് പോവുമായിരുന്നോ? ഒരു വിഗ്രഹമുണ്ട്, അതൊക്കെ ഉടഞ്ഞുടഞ്ഞ് ഇല്ലാണ്ടായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചെങ്കിലും അവിടെ ബാക്കി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ. ഇതിപ്പോ ഈ WCC അമ്മ എന്നൊക്കെ ഉള്ളൊരു വിഷയം വിടും.